ഒരു ബിയർ കോസ്റ്ററാണ് ചെയ്യുന്നത്. ഒരു പിങ്ക് ബിയർ കോസ്റ്ററാണ് ചെയ്യുന്നത്. ബ്രൗൺ ഒക്കെയാണ് ചെയ്യേണ്ടത്. കളറില്ലാത്തത് കൊണ്ട് നമുക്ക് പിങ്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന പിങ്ക് കോസ്റ്ററാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് ആകെ 5 റൗണ്ടുകളാണ് ഉള്ളത്. സംഭവം വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യയാണ്. അതുകൂടാതെ ട്രിപ്പിൾ ക്രോഷ്യയും സ്ലിപ്പ് സ്റ്റിച്ചുമാണ് പിന്നെ ചെയ്യുന്നത്. എങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ തന്നെയാണ്. ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു യാൺ വേണം, പിന്നെ ഒരു ഹുക്ക് വേണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഹുക്ക് 5 mm പിന്നെ സ്റ്റിച്ച് മാർക്കേഴ്സ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പോലെ സേഫ്റ്റി പിൻ എടുക്കാം. പിന്നെ ഒരു സൂചി വേണം. ലാസ്റ്റത്തേക്ക് മതി നമുക്ക് സൂചിയൊക്കെ. പിന്നെ ഒരു കത്രികയും കൂടെ വേണം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു പിങ്ക് കോസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 mm ഹുക്ക് വെച്ചാണ്. ഈ ഒരു റെഡ് കോസ്റ്റർ ചെയ്തിരിക്കുന്നത് 3 mm ഹുക്ക് വെച്ചാണ്. ഇതിൽ രണ്ടിലും ഞാൻ സെയിം സ്റ്റിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ആകെ നമുക്ക് 5 റൗണ്ടേ ഉള്ളൂ. പക്ഷേ ഇതിന് വലിപ്പത്തിൽ വ്യത്യാസം കണ്ടോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഹുക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന കോസ്റ്ററിൻ്റെ വലിപ്പവും. അതിപ്പം ഏതൊരു ക്രോഷ്യ പ്രോജക്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മളെടുക്കുന്ന ആ ഒരു ഹുക്കിൻ്റെ ഇതിനനുസരിച്ചിരിക്കും ആ ഒരു ക്രോഷ്യ പ്രോജക്റ്റിൻ്റെ വലിപ്പവും. പിന്നെ ഈ ഒരു 2 കോസ്റ്ററും ഞാൻ ചെയ്തിരിക്കുന്നത് ഒരേ കമ്പനിയുടെ യാൺ വെച്ചിട്ടാണ്. ഇത് ഡിസയറിൻ്റെ യാണാണ്. സംഭവം അടുത്തുള്ള കടകളിൽ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വെച്ച് താമസിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ക്രോഷ്യ പ്രോജക്റ്റ് തുടങ്ങുന്നത് മാജിക് റിംഗ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇടത്തെ കൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും ഇതേപോലൊന്ന് പിടിച്ചു കൊടുക്കുക. ഇനി നൂലിൻ്റെ തുമ്പുഭാഗം ഇപ്പുറത്തോട്ട് വരുന്നത് പോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് തള്ളവിരൽ കൊണ്ട് ഇതേപോലൊന്ന് പിടിച്ചു കൊടുക്കുക. കാര്യം അതിനി അനങ്ങി മാറിപ്പോകാനായിട്ട് പാടില്ലല്ലോ. ഇനി അപ്പുറത്തൂടെ പോകുന്ന നൂലിനെ എടുത്ത് ഇതേപോലെ ക്രോസ് ആക്കി വെച്ചു കൊടുക്കുക. ഇനി ആ 2 യാണും ക്രോസ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു യാണിനെ മറ്റൊരു യാൺ ഇങ്ങനെ മുറിച്ച് കടന്നു പോകുമ്പോഴത്തേക്കും 2 യാണും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു സ്ഥലം കറക്റ്റ് നടുക്കായിട്ട് വരുന്നത് പോലെ വേണം. ഇനി നമ്മൾ ഹുക്കിനെ എടുക്കുക. എന്നിട്ട് ഈ 2 യാണിൻ്റെയും താഴെ വഴിയാണ് ഞാനിപ്പോൾ ഹുക്കിനെ കയറ്റുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ മുകളിലൊരു വി കാണാൻ പറ്റും. വി ഇംഗ്ലീഷ് ലെറ്ററിലെ വി. ആ വിയുടെ ഇടവഴിയാണ് നമ്മൾ ഹുക്കിനെ ഇറക്കുന്നത്. അപ്പം ഈ 2 യാണിൻ്റെയും താഴെ വഴി ഹുക്കിനെ കയറ്റി ആ മുകളിലുള്ള വിയുടെ അതുവഴി ഹുക്കിനെ ഇറക്കുന്നു. ഇനി മുകളിലൂടെ പോകുന്ന യാണിനെ ഒന്ന് പിടിച്ചിട്ട് താഴോട്ട് പതുക്കെ വലിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മാജിക് റിംഗ് ആകും. ഇനി നമ്മൾ പതുക്കെ അതിനെ ഒന്ന് എടുത്തു കൊടുക്കണം. അപ്പം നമ്മൾ ആ ഒരു ലൂപ്പ് പോലെ നമ്മൾ താഴോട്ട് വലിച്ച് തിരിച്ചെടുക്കുമല്ലോ, അവിടെ ഒന്ന് കൈകൊണ്ട് പിടിച്ചു കൊടുക്കുക. കാര്യം അതൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് പോകും. മാജിക് റിങ്ങിൻ്റെ കാര്യമാണല്ലോ. ഇനി നമ്മൾ 2 ചെയിനാണ് ചെയ്യുന്നത്. അപ്പം ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുമ്പം ചെയിനാകും. ഇനി ഇതേപോലെ ഒരു ചെയിനും കൂടെ ചെയ്തെടുക്കണം. അപ്പം മുകളിലുള്ള യാണിനെ ചുറ്റി ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ വിടാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ 2 ചെയിൻ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ചെയിൻ ചെയ്യുന്നതിന് മുമ്പോ വിട്ടാലാണ് പ്രശ്നം. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യത്തെ റൗണ്ടിൽ 12 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം തന്നെ മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റുക. എന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ചസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരിട്ട് മാജിക് റിങ്ങിലേക്കാണ് ഇറക്കി കൊടുക്കുന്നത്. ആ മാജിക് റിങ്ങാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. ഇനി നമ്മൾ യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ആ ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം വലിച്ചു കൊടുക്കുക. പിന്നെയും നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. യാണിനെ ഒന്നും കൂടെ ചുറ്റുക. ആദ്യത്തെ 2 ലൂപ്പ് വഴി മാത്രം വലിക്കുക. പിന്നെയും നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. യാണിനെ ഒന്നും കൂടെ ചുറ്റുക. ആ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഡബിൾ ക്രോഷ്യയാകും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ. അപ്പം ഈ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഒന്നെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ്, അതില്ലെങ്കിൽ ഇതേപോലൊരു സേഫ്റ്റി പിൻ വെച്ച് കൊടുക്കണം. കാര്യം നമ്മൾ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞ 12ാമത്തെ ഡബിൾ ക്രോഷ്യയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്. അപ്പം അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് മാർക്കേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പിൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നേരെ നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഞാൻ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഡബിൾ ക്രോഷ്യ കാണാനായിട്ട് എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തപ്പി കണ്ടുപിടിച്ച എല്ലാം ചാപ്റ്റേഴ്സായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ചാപ്റ്റേഴ്സ് കാണാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഡബിൾ ക്രോഷ്യ വരുന്ന ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഡബിൾ ക്രോഷ്യയിലേക്ക് പോകാവുന്നതാണ്. അപ്പം അതാകുമ്പം കുറച്ചും കൂടെ പതുക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നേരിട്ട് അത് പോയി കാണുക. അങ്ങനെ ഞാനിവിടെ പറഞ്ഞ് 12 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി ഒന്ന് എണ്ണി ഉറപ്പുവരുത്തിയേക്ക് 12 എണ്ണം ഉണ്ടോ എന്ന്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിനെ ചെറുതാക്കി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ മാജിക് റിംഗ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ പുറകിലേക്ക് ഒരു കുഞ്ഞു യാൺ കാണും. ആ യാണിനെ ഒന്ന് പിടിച്ച് വലിച്ച് കൊടുക്കുക. അപ്പം ഈ ഒരു സർക്കിൾ ചെറുതാകും. ആ ഒരു യാണിൽ വലിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സർക്കിൾ ചെറുതാവണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ മാജിക് റിങ്ങിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഒരു റൗണ്ട് തുടങ്ങിയപ്പം ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് അവിടെ ഒരു സേഫ്റ്റി പിൻ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പ്രത്യേകിച്ച് ബിഗിനർ ആണെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നതിന് തൊട്ടു മുമ്പാണ് മാറ്റേണ്ടത്. ഇനി ഞാൻ ബാക്കി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പറയാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത് നമ്മൾ ആ ഒരു സേഫ്റ്റി പിൻ വെച്ച സ്റ്റിച്ചിലാണ്. അത് ആ സേഫ്റ്റി പിൻ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് മാറ്റിയതിന് ശേഷം ആ സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കയറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. യാണിനെ ഒന്ന് ചുറ്റുക. എന്നിട്ട് ആ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ആകും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ഞാൻ ആ ഒരു സേഫ്റ്റി പിന്നിനെ നേരത്തെ തന്നെ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടും പോയി. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്ന ആ ഒരു സമയത്താണ് സേഫ്റ്റി പിന്നിനെ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സിനെ മാറ്റേണ്ടത്. അത് വെക്കുന്നത് തന്നെ നമ്മൾ ആ സ്റ്റിച്ച് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 പ്രാവശ്യം ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിലും. ഇനി നമ്മൾ എല്ലാ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും 2 ചെയിൻ ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഞാനിപ്പം തൊടുന്നതാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ച്. അതിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങേണ്ടത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അത് കാണാതെ പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം നമ്മൾ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നിന്ന് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് 2 ചെയിനൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഇടയ്ക്കായിട്ട് പോകും. അപ്പം നമ്മൾ വിചാരിക്കും ആ ഒരു സ്റ്റിച്ചിലാണ് നമ്മൾ 2 ചെയിൻ ഇട്ടത്, അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലായിരിക്കുമല്ലോ തുടങ്ങേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ അതങ്ങനെയല്ല. ബിഗിനേഴ്സ് ആണെങ്കിൽ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പം ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആദ്യം തന്നെ ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റിച്ചിൽ തന്നെ പിന്നെയും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. പിന്നെ നമ്മൾ 1K ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇപ്പം അതിലും കൂടുതലായിട്ടുണ്ട്. എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒരു താങ്ക്സ് ഇരിക്കട്ടെ. തുടക്കത്തിൽ പറയണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഗ്യാപ്പ് കിട്ടിയില്ല. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷ്യയിലേക്ക് സേഫ്റ്റി പിൻ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കണം. ആ ഒരു സ്റ്റിച്ചിലെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ അതിലെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞാണ് ഓർത്തത് സ്റ്റിച്ച് മാർക്കേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പിൻ വെച്ച് കൊടുത്തിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തേതും ചെയ്ത് കഴിഞ്ഞ് വെച്ച് കൊടുത്തത്. നിങ്ങൾ ആദ്യം തന്നെ ഡബിൾ ക്രോഷ്യ ആദ്യത്തെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സേഫ്റ്റി പിൻ അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കുക. ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തത് കൊണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് പോകാം. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലും 2 വെച്ച് ചെയ്യുക. അവസാനം ലാസ്റ്റത്തെ സ്റ്റിച്ചിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 24 എണ്ണം കിട്ടുന്നുണ്ടോ എന്ന് എണ്ണി നോക്കുക. കറക്റ്റ് 24 കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മാറുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം. പനിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഒച്ചയടപ്പുണ്ട്. പനിയൊക്കെ മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഒച്ചയടപ്പുണ്ട് രാവിലെയും വൈകിട്ടുമായിട്ട്.
അപ്പം എന്തായാലും ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മാറുന്നുണ്ട്. ഈ ഒരു റൗണ്ട് 2 സ്റ്റാർട്ടിങ്ങിൽ വലിയ പ്രശ്നമില്ലായിരുന്നു, ഇടയ്ക്കായപ്പോഴത്തേക്കും പോയി. അതുകൊണ്ട് സൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആ സേഫ്റ്റി പിൻ വെച്ച് ആ ഒരു സേഫ്റ്റി പിൻ ആദ്യം തന്നെ ഊരിയങ്ങ് കളയുക. ഇനി ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുവാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനായിട്ട് നേരെ ഹുക്കിനെ ആ ഒരു സ്റ്റിച്ചിലേക്ക് കയറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകൾ ഉണ്ട്. ഇനി നമ്മൾ യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴിയും വലിച്ചെടുത്ത് കഴിയുമ്പം സ്ലിപ്പ് സ്റ്റിച്ച് ആകും. അങ്ങനെ റൗണ്ട് 2 കഴിഞ്ഞു. അപ്പം ഞാൻ എല്ലാ റൗണ്ടും കഴിയുമ്പോഴത്തേക്കും 2 ചെയിൻ ചെയ്യാനായിട്ട് മറക്കരുതെന്ന് പറഞ്ഞല്ലോ. ഇനി റൗണ്ട് 3ക്ക് മുമ്പായിട്ട് 2 ചെയിനും കൂടെ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്താൽ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 1 ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇതേപോലെയാണ് പോകുന്നത്. എന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ ആദ്യത്തെ സ്റ്റിച്ചിലാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അത് ഇടയ്ക്കായിട്ട് വരുന്നത് കൊണ്ട് കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് നമ്മളവിടെ എപ്പോഴത്തെയും പോലെ തന്നെ സ്റ്റിച്ച് മാർക്കേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പിൻ വെച്ച് കൊടുക്കണം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ആണല്ലോ, അപ്പം അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അതേ സ്റ്റിച്ചിൽ തന്നെ 1 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ആദ്യത്തെ സ്റ്റിച്ചിൽ ഞാൻ 1 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്, അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. അതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ പിന്നെയും 1 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 1 ഇൻക്രീസ് ആണല്ലോ, അപ്പം 2 ഡബിൾ ക്രോഷ്യ. പിന്നെ ഈ ഒരു റൗണ്ടും അടുത്ത റൗണ്ടും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട 2 റൗണ്ടുകളാണ്. തെറ്റും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്, അത്രയേ ഉള്ളൂ. കാര്യം നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു, അടുത്തതിൽ നമ്മൾ 2 എണ്ണമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ചെയ്യുന്നെങ്കിൽ അവിടെ പിന്നെയും 1 ഡബിൾ ക്രോഷ്യ തന്നെ മാത്രം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇനി അങ്ങനെ തെറ്റുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു വഴിയുണ്ട്. ഇതേപോലെ നമ്മൾ അകത്തി നോക്കുമ്പോഴത്തേക്കും ആദ്യത്തേതിൽ 1 ആണ് കാണുന്നതെങ്കിൽ 1 ഡബിൾ ക്രോഷ്യ, അടുത്തതിൽ അകത്തുമ്പോഴത്തേക്കും 2 എണ്ണം കൂടിയിരിക്കുന്നതായിരിക്കും കാണുന്നത്. അതാണ് 2 ഡബിൾ ക്രോഷ്യ ആയിട്ട് വരുന്നത്. അടുത്തതകത്തുമ്പോഴത്തേക്കും പിന്നെയും 1 ആയിരിക്കും വരുന്നത്. അടുത്തതകത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും 1 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തെറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ 2 സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഊരിയിട്ട് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിലും ഇതേപോലെ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ അവിടെ വെച്ചിരുന്ന ആ ഒരു സേഫ്റ്റി പിൻ ഊരി കൊടുത്തു. എന്നിട്ട് നേരെ അതിലേക്ക് ഹുക്കിനെ കയറ്റി ഇനി നമ്മൾ യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ഹുക്കിലുള്ള 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുത്തു കഴിയുമ്പം സ്ലിപ്പ് സ്റ്റിച്ച് ആകും. അങ്ങനെ നമ്മുടെ റൗണ്ട് 3യും ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 4 ചെയ്യണം. അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2 ചെയിൻ ഇടാനായിട്ട് മറക്കണ്ട. അപ്പം ആദ്യം തന്നെ 2 ചെയിൻ ഇട്ടു. ഇനി നമുക്ക് 4ാമത്തെ റൗണ്ടിലേക്ക് പോകാം. 4ാമത്തെ റൗണ്ടിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് 1 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യും. അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ആയതുകൊണ്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അതിൻ്റെയും അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ പിന്നെയും 1 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്തൊരു പാർട്ട് തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ പിന്നെയും 1 ഡബിൾ ക്രോഷ്യ ചെയ്യും. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ആയതുകൊണ്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെയും അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ് ആയി. ഇതേപോലെയാണ് പോകുന്നത്.
ഇത് നിങ്ങളെ കുറച്ച് കൺഫ്യൂസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്, എങ്കിലും ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ആയതുകൊണ്ട് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ഇട്ടിട്ടുണ്ട്, കാര്യം കുറച്ച് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലായിട്ട് നമ്മൾ പിന്നെയും 1 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ അടുത്ത സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ പിന്നെയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത പാർട്ടാണ് തുടങ്ങുന്നത്. അപ്പം അടുത്ത പാർട്ട് തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ പിന്നെയും 1 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്ത് തുടങ്ങേണ്ടത്. ഈ ഒരു മുകളിൽ കൂടെ പോകുന്നത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടെന്നൊന്നും ഇതിനെ പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. അപ്പം അടുത്തൊരു സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ തന്നെ പിന്നെയും ചെയ്ത് തുടങ്ങി. അപ്പം നമ്മുടെ സെക്കൻഡ് റൗണ്ടാണ്. ഇനി നമ്മൾ അടുത്തൊരു സ്റ്റിച്ചിൽ ഇൻക്രീസ് ആയതുകൊണ്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ പാർട്ട് 2 ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ട് 3 തുടങ്ങാം. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു പോകുമ്പം ഡൗട്ട് വരുവാണെങ്കിൽ ഞാൻ തേർഡ് റൗണ്ടിൽ പറഞ്ഞതുപോലെ ഇതേപോലെ അകത്തി നോക്കാവുന്നതാണ്. ഈ ഒരു റൗണ്ടിൽ 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ ഇങ്ങനെയാണ് പോകേണ്ടത്. ഇനി നമ്മൾ പാർട്ട് 3 ചെയ്യുമ്പോഴത്തേക്കും അടുത്തൊരു സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യും. അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ ഇൻക്രീസ് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ നമ്മൾ പിന്നെയും 1 ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു റൗണ്ടിലെ എല്ലാ സ്റ്റിച്ചസിലും ഇപ്പോൾ പറഞ്ഞ ആ ഒരു പാറ്റേണിലൂടെ തന്നെ പോവുക. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ സേഫ്റ്റി പിൻ അല്ലെ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ബിയറിൻ്റെ 2 ചെവികളാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ എല്ലാ റൗണ്ട് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും 2 ചെയിൻ ചെയ്ത് കൊടുക്കണമെന്ന്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 2 ചെയിൻ ചെയ്ത് കൊടുക്കണമെന്ന്. പക്ഷേ ഈ ഒരു റൗണ്ടിൽ നമ്മൾ 2 ചെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും ചെയ്ത് നിർത്തിയാൽ മതി. പിന്നെ ഇത്രയും തന്നെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റൗണ്ടിലുള്ള കോസ്റ്റർ ഇവിടെ കിട്ടും. ഇനി നിങ്ങൾക്ക് ബിയർ കോസ്റ്ററാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 5ാമത്തെ റൗണ്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് നിർത്താവുന്നതാണ്. പിന്നെ ഇവിടെ ഗ്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പം എന്തായാലും നമ്മുടെ 4ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ 5ാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ റൗണ്ട് ചെയ്യാം. കഴിഞ്ഞ എല്ലാ റൗണ്ടുകളിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 2 ചെയിൻ ചെയ്യും, എന്നിട്ടാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 ചെയിൻ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ നിന്ന് ഫസ്റ്റ് ചെയ്തതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിലാണ് ഇപ്പം സ്റ്റിച്ച് മാർക്കേഴ്സ് അല്ലെങ്കിൽ ഞാനിവിടെ സേഫ്റ്റി പിൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലേക്കാണല്ലോ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്. അപ്പം ആ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞുള്ള ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന ആ ഒരു സ്റ്റിച്ചിലാണ് ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനായിട്ട് പോകുന്നത്. അവിടെ മുതൽ അടുത്ത 15 സ്റ്റിച്ച് വരെ നമ്മൾ 15 സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടേണ്ടത്. നമ്മൾ ആ സേഫ്റ്റി പിൻ ഇട്ട ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിനെ കൂട്ടാതെയാണ് 15 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഹുക്കിനെ കയറ്റുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിച്ചിലെ 2 യാണും വരുന്നത് പോലെ വേണം കയറ്റി കൊടുക്കാനായിട്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഒരു വി ഷേപ്പ് പോലെ, അതിലേക്കാണ് നമ്മളെ ഹുക്കിനെ കയറ്റി കൊടുക്കുന്നത്. അപ്പം അതിൽ 2 യാണായിട്ടാണ് വരുന്നത്. എന്നിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ അടുത്ത ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കയറ്റുക, എന്നിട്ട് മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റിയിട്ട് ആ 2 ലൂപ്പ് വഴി വലിച്ചു കൊടുക്കുക. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ആകും. ഇതേപോലെ 15 എണ്ണം ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ 15 എണ്ണം അങ്ങനെ അങ്ങ് കാണിക്കുന്നില്ല, കുറച്ച് സ്പീഡിലും കാണിച്ചു, കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് എണ്ണി 15 എണ്ണം ചെയ്തെടുക്കണം.
അങ്ങനെ ഞാനിവിടെ 15 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാവുന്നതാണ് കറക്റ്റായിട്ടാണോ കിട്ടിയേക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ എണ്ണുമ്പോഴത്തേക്കും ആ സേഫ്റ്റി പിൻ ഇട്ട് ആ ഒരു സ്റ്റിച്ച് കൂട്ടാതെയാണ് എണ്ണേണ്ടത്. അങ്ങനെയാണ് നമുക്ക് 15 സ്ലിപ്പ് സ്റ്റിച്ച് വരേണ്ടത്. ഇനി നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിലായിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇവിടെ മുതൽ നമ്മൾ ചെവി ചെയ്യാനായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഡബിൾ ക്രോഷ്യ, 4 ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെയും 1 ഡബിൾ ക്രോഷ്യ, ഇത്രയും ചെയ്യുമ്പോഴത്തേക്കുമാണ് ഒരു ചെവി ആവുന്നത്. അപ്പം അതിൽ എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടതെന്ന് എനിക്കിനി പറഞ്ഞു തരാനായിട്ട് ഇത്രയും നേരം അതാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാത്തത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോയിൽ പോയിട്ട് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് യാണിന് 2 പ്രാവശ്യമാണ് ചുറ്റേണ്ടത്. ഒന്നും കൂടെ പറയാം, നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് യാണിന് ഒറ്റ പ്രാവശ്യമാണ് ചുറ്റുന്നത്. പക്ഷേ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് യാണിന് 2 പ്രാവശ്യം ചുറ്റണം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഇറക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പുകളുണ്ട്. ഇനി നമ്മൾ യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഇറക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ പിന്നെയും 4 ലൂപ്പുകൾ ഉണ്ട്. ഇനി നമ്മൾ ഹുക്കിനെ യാണിനെ ഒന്നും കൂടെ ചുറ്റിയതിന് ശേഷം ആദ്യത്തെ 2 ലൂപ്പ് വഴി മാത്രം, പിന്നെയും 3 ലൂപ്പുകളുണ്ട്. യാണിനെ ഒന്നും കൂടെ ചുറ്റിയതിന് ശേഷം അടുത്ത 2 ലൂപ്പ് വഴി മാത്രം, പിന്നെയും നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളുണ്ട്. ഒന്നും കൂടെ യാണിനെ ചുറ്റിയതിന് ശേഷം ആ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്രോഷ്യ ആകും. ഇപ്പം നമ്മളിവിടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത സ്റ്റിച്ചുകളിലായിട്ടല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് അടുത്ത 3 ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്യേണ്ടത്. പിന്നെ ഞാൻ എളുപ്പത്തിനായിട്ട് ഇവിടെ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. നമ്മൾ ആദ്യം യാണിനെ ചുറ്റുമ്പം ഡബിൾ ക്രോഷ്യയ്ക്ക് ഒറ്റ പ്രാവശ്യമാണെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ 2 പ്രാവശ്യം യാണിനെ ചുറ്റണം. എന്നിട്ട് നമ്മൾ ഏത് സ്റ്റിച്ചിലേക്കാണോ കയറ്റുന്നത് അതിലേക്ക് കയറ്റുക. എന്നിട്ട് ആദ്യം യാണിനെ ചുറ്റിയെടുക്കുന്നത് ഒരൊറ്റ ലൂപ്പ് വഴി മാത്രം. പിന്നെ നമ്മൾ യാണിനെ ചുറ്റിയെടുക്കുന്നതെല്ലാം 2 വെച്ചിട്ടായിരിക്കണം. ഇത്രയും ആലോചിച്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ തന്നെ 4 ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ബാക്കി ട്രിപ്പിൾ ക്രോഷ്യ ഒക്കെ ചെയ്യുന്നത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം വീഡിയോയുടെ ലെങ്ത് അങ്ങനെ കൂടാനായിട്ട് പാടില്ലല്ലോ. ഇപ്പം തന്നെ അത്യാവശ്യം കൂടുതലാണ്. അപ്പം ഇനിയും കൂടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ഒക്കെ ചെയ്യുന്നത് 1ഉം 2ഉം ഒക്കെ കൂടുതൽ ചെയ്യുന്നത് സ്പീഡിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇപ്പം ഇത് ഏകദേശം ഒരു റാ പോലെ നിങ്ങൾക്ക് തോന്നില്ലേ? റാ ഫുള്ളായിട്ടില്ല, പകുതി ആയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത 10 സ്റ്റിച്ചുകളിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് പിന്നെയും ചെയ്യുന്നത്. അടുത്തൊരു സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ടും ഒരു റായായിട്ട് മാറും. അപ്പം നമ്മുടെ ഒരു ചെവി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത 10 സ്റ്റിച്ചുകൾക്ക് ശേഷമാണ് അടുത്ത ചെവി ചെയ്യുന്നത്. ഈ 10 സ്ലിപ്പ് സ്റ്റിച്ചിലെ ആദ്യത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബിയറിൻ്റെ ഒരു ചെവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 9 സ്റ്റിച്ചുകളിലായിട്ട് 9 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ ചെയ്തതും കൂടെ കൂട്ടിയാണ് 10 എണ്ണം എന്ന് പറയുന്നത്. ആ 10 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചെവി ചെയ്യാം. അങ്ങനെ 10 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചെവി ചെയ്യാനായിട്ടുള്ള സമയമായി. നമ്മൾ എങ്ങനെയാണോ മുമ്പത്തെ ചെവി ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ ഒരു ചെവിയും ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിലായിട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയാണ് ആദ്യം ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു സ്റ്റിച്ച് വരുമല്ലോ, ആ ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 4 ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്
യാണിനെ നമ്മൾ 2 പ്രാവശ്യം ചുറ്റണം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കയറ്റി കൊടുക്കുക. ഇനി നമ്മൾ യാണിനെ ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം വലിക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പുകളുണ്ട്. യാണിനെ ഒന്നും കൂടെ ചുറ്റിയിട്ട് 2 വഴി മാത്രം വലിച്ചു കൊടുക്കുക. ഇനി ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് അടുത്ത 2 ലൂപ്പ് വഴി മാത്രം. പിന്നെ നമ്മുടെ ഹുക്കിൽ ലാസ്റ്റായിട്ട് 2 ലൂപ്പും കൂടെയാണുള്ളത്. അപ്പം ഒന്നും കൂടെ യാണിനെ ചുറ്റിയിട്ട് ആ 2 എണ്ണത്തിലൂടെയും വലിച്ചു കഴിയുമ്പം ഒരു ട്രിപ്പിൾ ക്രോഷ്യ ആകും. ഇനി നമ്മൾ അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു 3 ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത അതേ സ്റ്റിച്ചിൽ തന്നെയാണ് അടുത്ത 3 ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. നമ്മൾ മുമ്പത്തെ ബിയറിൻ്റെ ചെവി എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ ചെവിയും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബിയറിൻ്റെ 2ാമത്തെ ചെവിയും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അടുത്ത സ്റ്റിച്ച് മുതൽ നമ്മൾ ആ സേഫ്റ്റി പിൻ ആദ്യം വെച്ച ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റിച്ച് വരെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ എണ്ണ ഒന്നുമില്ല. നമ്മൾ ആ സേഫ്റ്റി പിൻ വെച്ചതിന് തൊട്ട് മുമ്പത്തെ സ്റ്റിച്ച് വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിയർ കോസ്റ്റർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഒന്ന് പറയാനായിട്ട് മറക്കണ്ട. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് കാണുമ്പോഴത്തേക്കും നമുക്ക് തെറ്റുള്ളതായിട്ട് തോന്നത്തില്ല. ഞാൻ തന്നെ ആണെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കാണും, വോയിസ് കൊടുത്തു കഴിഞ്ഞ് ഞാനൊന്ന് കാണും, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് കാണും, അതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അപ്പം എനിക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളത് പറയാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെന്ന് തന്നെ പറയുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഈ കാണുന്ന യാണിനെയൊക്കെ ഒന്ന് മറിച്ച് കൊടുക്കാം. പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും മറക്കണ്ട. ഇവിടെ നമുക്ക് 2 യാണിനെ മറയ്ക്കാനായിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ ആ ചെയ്ത് നിർത്തിയ ഭാഗത്തെ യാണിനെയാണ് മറയ്ക്കുന്നത്. നമ്മൾ ചെയ്ത് നിർത്തി കഴിയുമ്പം ഒരു സ്റ്റിച്ചിലായിരിക്കില്ല ചെയ്ത് നിർത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വലിച്ചതിന് ശേഷമാണ് ആ യാൺ മുറിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ട് അപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് ആദ്യം തന്നെ ആ യാണിനെ ഒന്ന് കയറ്റി വിടുക. എന്നിട്ട് ആ ഒരു കോസ്റ്ററിൻ്റെ പുറകു ഭാഗത്തെ ഒരു 2-3 സ്റ്റിച്ച് വഴി ആ യാണിനെ ഒന്ന് കയറ്റിയിട്ട് ബാക്കി വരുന്നതിനെ മുറിച്ച് കളഞ്ഞാൽ മതി. നമ്മൾ ചെയ്ത് കഴിയുമ്പം നേരിട്ട് യാണിനെ മുറിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ആ ഒരു യാണിനെ നമ്മൾ മറിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു നടുക്കുള്ള യാണിനെയും കൂടെ മറിച്ചു കൊടുക്കാം. അത് നമ്മുടെ മാജിക് റിങ് ചെയ്തപ്പം വന്നിട്ടുള്ള ആ ഒരു ബാക്കി യാണാണ്. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ബിയർ കോസ്റ്ററിൻ്റെ നടുക്കായിട്ടൊരു കുഞ്ഞു തുളയുണ്ട്. അപ്പം ഞാൻ ആ ഒരു യാണിനെ പിടിച്ച് വലിച്ച് അതിനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കുഞ്ഞു തുള മാറും. അപ്പം നിങ്ങളുടേതും അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു യാണിനെ അതിൻ്റെ ചുറ്റുമായിട്ട് തന്നെ ഒരു 2-3 സ്റ്റിച്ച് വഴി കയറ്റി കൊടുക്കാം. 2-3 അല്ല, ഒരു 3-4 എണ്ണത്തിലൂടെയെങ്കിലും കയറ്റി കൊടുക്കണം. ഞാനിവിടെ ഇപ്പം 2 സ്റ്റിച്ച് വഴിയാണ് കയറ്റിയത്. കാര്യം ഈ ഒരു വീഡിയോ എടുത്തു വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകുന്നേരമായിരുന്നേ. അപ്പം വെട്ടം പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ 2 സ്റ്റിച്ച് കയറ്റിയിട്ടാണ് മുറിച്ചു കൊടുത്തത്. പിന്നെ ഈ ഒരു കോസ്റ്റർ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിരിക്കുന്നത് അത് 2-3 സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ഇപ്പം ഇവിടെ എൻ്റെ കയ്യിൽ ഗ്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ നമുക്കൊരു അടിപൊളി ബിയർ കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ് നമ്മുടെ കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇതേപോലത്തെ അടിപൊളി ക്രോഷ്യ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കണ്ട. അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.